നിങ്ങൾക്കെല്ലാവർക്കും ആദ്യമേ തന്നെ എൻ്റെ സ്നേഹവന്ദനം. നമുക്ക് ഏവർക്കും ഏറെ പ്രിയങ്കരനായിരുന്ന, ഇപ്പോഴും പ്രിയങ്കരനായ മാർത്തോമ സഭയുടെ വലിയ മെത്രാപ്പൊലീത്ത റവറൻ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനിയെ പ്രത്യേകമായി അനുസ്മരിക്കുന്ന സന്ദർഭമാണ്. ആദ്യമേ അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ എല്ലാ ആദരാഞ്ജലികളും ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി സമർപ്പിക്കുകയാണ്. ഒരു ചെറിയ ടെൻഷൻ ഉള്ളിലുണ്ട് എന്നത് ഇതിനകം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു നമ്മുടെ ഫീലിക്സ്നോസ് തിരുമേനി ഒരു റിസ്ക് എടുക്കുകയായിരുന്നു. ഇത്രയും വലിയൊരു മഹാനായ വ്യക്തിത്വത്തെക്കുറിച്ച് അദ്ദേഹത്തെ അധികം നേരിൽ കണ്ടോ കേട്ടോ പരിചയമില്ലാത്ത ഒരാളോട് 5ാമത് സ്മാരക പ്രഭാഷണം നടത്തുവാനായിട്ട് ആവശ്യപ്പെടുക എന്നുള്ളത് ഒരു സാഹസികതയാണ്. നിങ്ങൾക്കാർക്കും എൻ്റെ ഈ പ്രഭാഷണത്തിലൂടെ വലിയ ആവേശമോ പ്രചോദനമോ ലഭിച്ചില്ലെങ്കിലും എന്നെ സംബന്ധിച്ച് ഇത് ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെയും പ്രചോദനത്തിൻ്റെയും സന്ദർഭമാണ്. തിരുമേനി എന്നെ ഫോണിലാണ് ആദ്യം വിളിച്ചത്. അദ്ദേഹം വിളിച്ച ഉടനെ നോ എന്ന് പറയാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യം തോന്നിയില്ല. ഞാനൊരു ടെക്നിക്ക് ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞു, തിരുമേനി നമുക്ക് നേരിൽ കാണാം, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം, എന്നിട്ട് ആകാം. ആ കൂടിക്കാഴ്ച നടക്കുന്നതിന് മുമ്പ് തന്നെ തിരുമേനിയുടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സന്ദേശം അദ്ദേഹം എഴുതി എൻ്റെ ഹൗസിലെത്തിച്ചു. അത് വായിച്ചപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി, എന്താ ഉദ്ദേശിക്കുന്നു എല്ലാം വ്യക്തമായി. പിന്നെ ഞാൻ ഒഴിഞ്ഞു മാറിയില്ല. തീർച്ചയായിട്ടും ഈ സന്ദർഭത്തിലൂടെ ഞാൻ അദ്ദേഹത്തെ കേരളവും ഭാരതവും ലോകവും എല്ലാം ഏറെ ആദരിക്കുന്ന ക്രിസോസ്റ്റം തിരുമേനിയെ കൂടുതൽ അറിയുവാനും മനസ്സിലാക്കുവാനുമായിട്ട് ഈ ദിവസങ്ങളിൽ ശ്രമിക്കുകയായിരുന്നു എന്നതാണ് സത്യം. ഞാൻ ഒരിക്കൽ മാത്രമേ ആ തിരുമേനിയെ നേരിൽ കാണുവാനായിട്ട് ഇടയായിട്ടുള്ളൂ. അത് ഈ പള്ളിയിൽ വെച്ചാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് 100 വയസ്സ് തികഞ്ഞപ്പോൾ ഇടവകക്കാർ ഒരു സ്വീകരണം കൊടുക്കുന്നൊരു സന്ദർഭമായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ അദ്ദേഹത്തെ സ്പർശിക്കാൻ എനിക്ക് സാധിച്ചില്ല. അദ്ദേഹം സംസാരിച്ചത് വീൽ ചെയറിലായിരുന്നു. അത് ഈ അറ്റത്തായിരുന്നു ഞാൻ ഇരുന്നത്. എല്ലാം എനിക്ക് ക്ലിയറായിട്ട് മനസ്സിലായില്ല. അദ്ദേഹത്തിൻ്റെ ആ സംസാരം കേട്ട് എല്ലാവരും ചിരിക്കുന്നത്, അതിലൂടെ പങ്കുചേരുന്നതൊക്കെ എൻ്റെ മനസ്സിൽ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഞാൻ പൂർണ്ണമായും 3 ആഴ്ച മുമ്പാണ് വായിച്ചത്. എനിക്ക് ആ പുസ്തകം കഥ പറയുമ്പോൾ ഒരു ജീവിതം എനിക്ക് സമ്മാനിച്ചത് ബഹുമാനപ്പെട്ട ഫീലിക്സ്നോസ് തിരുമേനിയാണ്. സാധാരണ ഈ ദിവസങ്ങളിൽ പുസ്തക വായന എളുപ്പമൊന്നും നടക്കുന്നൊരു സാഹചര്യത്തിലല്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മകഥ വായിച്ചു തുടങ്ങിയപ്പോൾ എത്രയും വേഗം ഒറ്റ സ്ട്രെച്ചിൽ ഇതിനെ വായിക്കണമെന്ന് ആഗ്രഹിച്ചു. ഒറ്റ സ്ട്രെച്ചിൽ വായിച്ചില്ലെങ്കിൽ ഒരു ബ്രേക്ക് വന്നു. അടുത്ത പ്രഭാതത്തിൽ ബാക്കിയും വായിച്ചു. അതുകൊണ്ട് തന്നെ ആ വലിയ ധന്യമായ ജീവിതത്തെ ഏറെ നന്ദിയോടുകൂടി അനുസ്മരിക്കുകയും അദ്ദേഹത്തെ ഓർത്ത് ഈ അവസരത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ ആ വലിയ ജീവിതത്തെ, മാതൃകയെ ആദരവോടുകൂടി സ്മരിക്കുകയുമാണ്. സത്യത്തിൽ ഒരു കുടുംബത്തിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ തിരുമേനിയെ കുടുംബ അംഗങ്ങൾ അനുസ്മരിക്കുന്നതിനേക്കാളും കുടുംബത്തിൻ്റെ ഭാഗം ആണോ ആണ്, എങ്കിൽ തന്നെയും അല്ല എന്ന് പറയുന്ന ഒരാൾ അനുസ്മരിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും പരിമിതികളും കുറവുകളും സ്വാഭാവികമായി ഉണ്ടാകും. അതെല്ലാം എന്നോടുള്ള സ്നേഹത്തെ പ്രതി നിങ്ങൾ സദ്യം ക്ഷമിക്കും എന്നാണ് എൻ്റെ വിചാരം. എനിക്ക് ആമുഖമായി 2-3 കാര്യങ്ങൾ പറയുവാനുള്ളത്. ഒന്ന്, ഈ കഥ പറയുമ്പോഴുള്ള ജീവിതം വായിച്ച് അവസാനിപ്പിച്ച ശേഷം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മയിൽ വന്ന 2 വിവരണങ്ങളാണ്. ഒന്ന്, നമ്മുടെ ടാഗോർ ഗീതാഞ്ജലിയിൽ ആരംഭിക്കുമ്പോൾ തന്നെ മനോഹരമായൊരു പ്രാർത്ഥന, അതൊരു കീർത്തനമാണ്. അതാണ് പെട്ടെന്ന് തിരുമേനിയുടെ ആത്മകഥയുടെ പാരായണം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിന്നത്. ഈ പ്രാർത്ഥന വ്യക്തിപരമായി എനിക്കേറെ ഇഷ്ടമുള്ളതുകൊണ്ട് ഈ ആത്മകഥയും ഈ ധന്യമായ ജീവിതത്തെയും പ്രതിഫലിപ്പിക്കുന്ന ആ വരികൾ ആദ്യമേ അനുസ്മരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രാർത്ഥനയാണ്.
സൃഷ്ടാവായ പ്രപഞ്ചത്തിൻ്റെ നാഥനായ സർവശക്തനായ ദൈവത്തോട് നടത്തുന്ന പ്രാർത്ഥനയാണ്. എന്നെ അങ്ങ് അനശ്വരനാക്കി തീർത്തിരിക്കുന്നു. ആ വിധത്തിലാണ് അങ്ങയുടെ ലീലാവിലാസം. ഈ ജീവിതപാത്രം ശൂന്യമാക്കുകയും വീണ്ടും അങ്ങ് നവചൈതന്യം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. എത്രയെത്ര ഗിരിതടങ്ങളിലും നദീതീരങ്ങളിലുമാണ് ഈ ചെറിയ ഓടക്കുഴലുമേന്തി അങ്ങ് സഞ്ചരിച്ചത്. എത്രയെത്ര ഈണങ്ങളാണ് അതിലൂടെ അങ്ങ് ആലപിച്ചത്. ഇതൊക്കെ ഞാൻ ആരോട് പറയും? അങ്ങയുടെ അമൃതസ്പർശമേറ്റ് അത്യാനന്ദം കൊണ്ട് എൻ്റെ ഹൃദയം നിസ്സീമമായിരിക്കുന്നു. അതിൽ നിന്ന് അനവധി സൂക്തങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. രാവും പകലും എൻ്റെ ചെറിയ കൈകൾ നിറയെ അങ്ങെനിക്ക് സമ്മാനങ്ങൾ തരുന്നു. ആ ദാനധർമ്മം ഒരിക്കലും അവസാനിക്കുന്നില്ല. എത്രയോ യുഗങ്ങളായി അതെനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. സ്നേഹിതരെ, മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്തയുടെ ജീവിതത്തിൻ്റെ രഹസ്യം, ആ ജീവിതത്തിൻ്റെ എല്ലാ മാനങ്ങളും ഈ പ്രാർത്ഥനാ വരികളിൽ, അതിൻ്റെ പദപ്രയോഗങ്ങളിൽ പ്രതിഫലിക്കുന്നതായിട്ടാണ് ആത്മകഥനയുടെ വായന കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. എത്രയെത്രയോ ഇടങ്ങളിലാണ് മിഷനറിയായി അദ്ദേഹം കടന്ന് ചെന്നത്. എന്നെക്കാളേറെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നാൾ വഴികൾ അറിയുന്നവരോട് അത് ആവർത്തിക്കുന്നില്ല. അതിൻ്റെ എല്ലാം പിന്നിൽ അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിച്ചിരുന്നു. പ്രത്യേകമായി തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് ദൈവത്തിൻ്റെ നിയോഗത്തിനായി സഭയ്ക്ക്, മാർത്തോമാ സഭയ്ക്ക്, ഈ ലോകത്തിന് സമ്മാനിക്കുകയായിരുന്നു. അദ്ദേഹത്തെ നിരന്തരമായി ജീവിതത്തെ നയിച്ചു കൊണ്ടിരുന്നത് മറ്റാരുമില്ല, സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവുമാണ് നമ്മുടെ ഈ വലിയ മെത്രാപ്പൊലീത്തയുടെ ജീവിതത്തിലുടനീളം പ്രേരണയായി, പ്രചോദനമായി, ആവേശമായി അദ്ദേഹത്തെ ചലിപ്പിച്ചു കൊണ്ടിരുന്നത്. അത് അദ്ദേഹം ചെറിയ രീതിയിൽ ഓടക്കുഴലുമേന്തി നാനാ ഇടങ്ങളിലെ മനുഷ്യരുടെ ഇടയിലേക്ക് പോയി സുവിശേഷത്തിൻ്റെ വെളിച്ചവും സന്ദേശവും പ്രതിഫലിപ്പിക്കുകയും പകരുകയും ചെയ്യുകയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ആദരവും സ്നേഹവും ലഭിക്കുവാനായിട്ട് ഇടയായത്. രണ്ടാമതായി അദ്ദേഹത്തിന് ആത്മകഥ വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് വിശുദ്ധ ബൈബിളിലെ ഒരു രംഗമാണ്. പുതിയ നിയമത്തിൽ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിലെ ഒരു സംഭവമാണ്, ഒരു വിവരണമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, യേശുവിൻ്റെ മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചു എന്നാണ് ശിഷ്യന്മാർ പോലും കരുതിയത്. അതുകൊണ്ട് തന്നെ അവരിൽ 2 പേർ ജെറുസലേം വിട്ട് നിരാശരായി അവർ എമ്മാവുസിലേക്ക് യാത്ര ചെയ്യുന്ന വിവരണമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങളിൽ ആ സന്ദർഭത്തിൽ ഉത്ഥിതനായ ക്രിസ്തു അവരുടെ പക്കലെത്തി അവരോടൊപ്പം യാത്ര ചെയ്യുന്ന മനോഹരമായ ചിത്രമാണ്. അവിടെ സംഭാഷണത്തിൽ പങ്കുചേരുന്നു, അതിൻ്റെ ഭാഗമാകുന്നു, അവരോട് ഓരോന്നും ചോദിക്കുന്നു. എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അതിനിടയിൽ നടക്കുന്ന 2 സന്ദർഭങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമാണ്. നമ്മുടെ വലിയ മെത്രാപ്പൊലീത്ത ചെയ്ത ശുശ്രൂഷയുടെയും ജീവിതത്തിൻ്റെയും പ്രതിഫലനം ഈ സംഭവത്തിലെ ഈ 2 കാര്യങ്ങളിൽ അധിഷ്ഠിതമായിരിക്കുന്നു എന്നതാണ് ആത്മകഥയിലൂടെ വായിച്ചു പോകുമ്പോൾ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത്. ഒന്ന്, അവരോട് ചോദിക്കുന്നുണ്ട് എന്തിനെക്കുറിച്ചാണ്. അവർക്കുള്ള വിശദീകരണം വിവരവും പങ്കുവയ്ക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ സഹയാത്രികനായി അവരോട് കൂടെ പോകുന്നവൻ മിശിഹായെക്കുറിച്ച്, കർത്താവായ ക്രിസ്തുവിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ, പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം വ്യാഖ്യാനിച്ചു കൊടുത്തു എന്നാണ്. ജീവിത അനുഭവങ്ങളെയും സംഭവങ്ങളെയും വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു വചനത്തിൻ്റെ വെളിച്ചത്തിൽ. അങ്ങനെ വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവിടെ ഹൃദയവും മനസ്സും ജ്വലിച്ചിരുന്നു എന്ന് പിന്നീട് നമ്മൾ ആ ഭാഗത്ത് വായിക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ ജീവിതകാലം മുഴുവനും 103 വർഷക്കാലം ഈ തിരുമേനി തൻ്റെ ജീവിതത്തിലൂടെ നൽകിയതും ജീവിതത്തിൽ ചെയ്തതും ഈ കാര്യമല്ലേ എന്ന് ചോദിച്ചാൽ ആണ് എന്നാണ്. ഒരു സഹയാത്രികനായി ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമായിട്ടാണ് തിരുമേനി തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഈ സഭാ സമൂഹത്തിലും പൊതുസമൂഹത്തിലും വ്യാപരിച്ചത് എന്നതാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ശൈലി നമുക്കറിവുള്ളതാണ്. ജീവിതാനുഭവങ്ങളുടെയും സുവിശേഷത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ്
അദ്ദേഹം അതിനെല്ലാറ്റിനും വ്യാഖ്യാനം നൽകിയത്. നർമ്മരസം പകരുന്ന വ്യാഖ്യാനങ്ങളിലൂടെ ജീവിതത്തിന് പുതിയ ദർശനങ്ങൾ, കാഴ്ചപ്പാടുകൾ സമ്മാനിക്കുന്ന ഒരു കാര്യമായിരുന്നു തിരുമേനി നിർവഹിച്ചത്. ആ യാത്രയിലെ രണ്ടാമത്തെ കാണുന്നത്, അവർ സന്ധ്യയായപ്പോൾ അവരോടൊപ്പം ഇരുന്ന് അപ്പം മുറിച്ചു കൊടുക്കുമ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർക്കെല്ലാം തിരിച്ചറിയുന്നതാണ്. അപ്പം മുറിച്ചു കൊടുക്കുന്നത് തിരുമേനിയുടെ ജീവിതത്തിൻ്റെ ആയുസ്സും ആരോഗ്യവും ദൈവകൃപകളും കഴിവും ആരോഗ്യവുമെല്ലാം അനുഭവങ്ങളുമെല്ലാം അദ്ദേഹം കണ്ടുമുട്ടിയ ആളുകളിലേക്ക് പകരുന്ന, പങ്കുവയ്ക്കുന്ന ഒരു വലിയ ജീവിതശൈലിയുടെ ഉടമയായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ തിരുമേനിയുടെ ആത്മകഥ തന്നെ ഒരു പ്രത്യേകത തരത്തിലാണല്ലോ അത് രചിക്കപ്പെട്ടിരിക്കുന്നതും. ആർക്ക് വേണമെങ്കിലും അത് വായിച്ച് അതിലൂടെ ഒരു വലിയ ജീവിതത്തിന് മുന്നിൽ സ്വയം ആവേശഭരിതരായി വെല്ലുവിളിക്കപ്പെടുന്ന രീതിയിലാണ് അതിൻ്റെ അവതരണം. അങ്ങനെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ എനിക്കാണ് ഈ അനുസ്മരണ പ്രഭാഷണം കൊണ്ട് കൂടുതൽ പ്രയോജനം ലഭിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു അവസരം തരികയും അതിലൂടെ കടന്നു പോകുവാൻ ഇടയാകുന്നതുമായിട്ടുള്ള കാര്യം. ഞാൻ ഭയം കൊണ്ട് നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് എഴുതി കൊണ്ടുവന്നിരുന്ന കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നാം ഇവിടെ ഒത്തുചേരുന്നത് വിശ്വാസ ജീവിതം എല്ലാ തലത്തിലും അതിൻ്റെ പൂർണ്ണതയിൽ ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകിയ മഹാപ്രേഷിതനായ പീലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്തയുടെ 5ാമത് അനുസ്മരണത്തിനാണ്. ഈ അവസരത്തിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ, അനുഭവങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന വിശ്വാസ സമൂഹത്തിന് മധ്യേ പങ്കുവയ്ക്കുവാൻ എനിക്ക് ലഭ്യമായ അവസരം ഏറെ ധന്യതയുള്ളതായി ഞാൻ കാണുന്നു. അതിനായി എന്നെ ക്ഷണിച്ച ഏറ്റവും ബഹുമാന്യനായ ഐസക് തിരുമേനിക്കും ഇതിൻ്റെ പിന്നിലുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ കൃതജ്ഞത ഞാൻ ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. അനുസ്മരണ പ്രഭാഷണത്തിന് ക്ഷണിക്കപ്പെട്ടപ്പോൾ തന്നെ മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്തയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ ആഗ്രഹിച്ചു. അതാണ് ഞാൻ ആരംഭത്തിൽ പങ്കുവച്ച കാര്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആ നിമിഷങ്ങളെല്ലാം ഇവിടെ പല രൂപത്തിൽ അനുസ്മരിച്ചു കഴിഞ്ഞു. അതെല്ലാം ഞാൻ ആവർത്തന വിരസത ഒഴിവാക്കാനായിട്ട് മാറ്റിവെക്കുന്നു. സ്നേഹ ബഹുമാനമുള്ളവരെ, ഒരു വ്യക്തിയെ നാം എന്നും അനുസ്മരിക്കുവാൻ ശ്രമിക്കുന്നത് ആ മനുഷ്യൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്തു പറഞ്ഞു എന്ന അടിസ്ഥാനത്തിൽ മാത്രമല്ല, താൻ എടുത്ത നിലപാടുകൾ എന്തായിരുന്നുവെന്നും ആ നിലപാടുകൾക്ക് വേണ്ടി എപ്രകാരം നിലകൊണ്ടു എന്നും ജീവിച്ചുവെന്നും കണക്കിലെടുത്തുകൊണ്ടാണ്. ആഴമേറിയ ഒരു വിശകലനം ഏതൊരു വ്യക്തിത്വത്തെ സംബന്ധിച്ചും അനായാസം ഓർമ്മിച്ചെടുക്കുന്നത് പ്രയാസമേറിയതാണ്. മൺമറഞ്ഞ ഒരു വ്യക്തിയോടുള്ള ഏറ്റവും അടുത്ത ബന്ധത്തിലൂടെയും പ്രവർത്തനോന്മുഖമായ ഇടപെടലിലൂടെയും കൂടി മാത്രമേ ഒരു വ്യക്തിയെ നമുക്ക് അർത്ഥവത്തായി ഓർത്തെടുക്കുവാൻ പറ്റൂ. കേവലം പേര് കൊണ്ടുള്ള അറിവ് ഇത്തരുണത്തിൽ അപ്രസക്തമാണ്. ഞാൻ മനസ്സിലാക്കുന്ന, അറിയുന്ന കർമ്മോന്മുഖനായിരുന്ന ക്രിസോസ്റ്റം തിരുമേനി ആഴമുള്ള വിശ്വാസവും വ്യക്തമായ ദൗത്യബോധവും കർമ്മകുശലതയും ഇതിലും അധിഷ്ഠിതമായി വർഗവർണ്ണ വ്യത്യാസങ്ങളില്ലാതെ സമൂഹത്തിന് പകർന്നു കൊടുക്കുവാൻ കഴിഞ്ഞ ഒരു മഹാ വ്യക്തിയായിരുന്നു. ക്രിസോസ്റ്റം തിരുമേനി അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഏതാനും ചിന്തകൾ ചുവടെ പങ്കുവയ്ക്കുകയാണ്. ഒന്നാമതായി, ജീവിത ലാളിത്യം. ക്രിസ്തുവിൽ ആഴപ്പെട്ട വിശ്വാസ ജീവിതത്തിൻ്റെ ആദ്യ മുഖമുദ്ര ജീവിത ലാളിത്യം തന്നെയാണ്. ലാളിത്യത്തിൽ ബലപ്പെടുന്ന ആത്മീയതയും ആത്മീയതയിൽ ബലപ്പെടുന്ന ഊന്നി നിൽക്കുന്ന മനുഷ്യ സ്നേഹവും ക്രിസ്തു വിശ്വാസം നിന്ന് അടർത്തി മാറ്റാൻ കഴിയില്ല. ലളിതമായ ജീവിതശൈലി കൊണ്ടും ആഴമേറിയ ആത്മീയത കൊണ്ടും കറകളഞ്ഞ മനുഷ്യ സ്നേഹം കൊണ്ടും ധന്യതയാർന്ന ഒരു ജീവിതമായിരുന്നു ക്രിസോസ്റ്റം തിരുമേനി നയിച്ചിരുന്നത്. അധികാരങ്ങളുടെ ശ്രേണിയിൽ ഒന്നൊന്നായി അദ്ദേഹത്തെ തേടിയെത്തുമ്പോഴും അദ്ദേഹം ഹൃദയലാളിത്യം കൊണ്ടും സ്നേഹം കൊണ്ടും ശുശ്രൂഷയ്ക്കായി അദ്ദേഹം അവ പ്രയോജനപ്പെടുത്തി. ബൈബിളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. തിരുമേനിക്ക് ലഭിച്ച വിശ്വാസം അഥവാ പ്രകാശം
ഒട്ടും ചോർന്നു പോകാതെ താൻ നിലകൊണ്ട സമൂഹമധ്യേ ജീവിതത്തിലൂടെ പകർന്നു കൊടുക്കുകയായിരുന്നു. ഔന്നത്യങ്ങൾ ഒരു മനുഷ്യനെ എത്രമാത്രം വിനയാന്വിതനാക്കുന്നു എന്ന് ജീവിതം കൊണ്ട് തിരുമേനി നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. വിശുദ്ധ അഗസ്റ്റിൻ ഇപ്രകാരം പറയുന്നു: ഞാൻ നിങ്ങൾക്ക് ഒരു മെത്രാനാണ്, അതേസമയം നിങ്ങൾക്കൊപ്പം ഞാനൊരു ക്രൈസ്തവനാണ്. സഭയിൽ ഏത് പദവി അലങ്കരിച്ചാലും അടിസ്ഥാനപരമായി ആ വ്യക്തി ക്രൈസ്തവ വിശ്വാസത്തിൽ ജീവിക്കണം എന്ന പാഠമാണ് വിശുദ്ധ അഗസ്റ്റിൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. സമൂഹത്തിൽ തൻ്റെ ലളിത ജീവിതവുമായി ബന്ധപ്പെട്ട് തിരുമേനി തന്നെ പറഞ്ഞു വെച്ച ഒരു കാര്യം ഇവിടെ പ്രസക്തമാണ്. ക്രിസ്തുവിനെക്കുറിച്ച് വെറുതെ സംസാരിച്ച് പോകുന്നവനല്ല ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി. താൻ കണ്ടുമുട്ടുന്നവരിൽ ക്രിസ്തുവിനെ കണ്ടെത്തുന്നവനാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി. തികഞ്ഞ ഹൃദയലാളിത്യത്തിൽ നിന്ന് മാത്രമേ ഇപ്രകാരം ഒരു ക്രൈസ്തവ വിശ്വാസ ദർശനം ലഭിക്കുകയുള്ളൂ. രണ്ടാമതായി, ശുശ്രൂഷയ്ക്കായി മാറ്റിവെച്ച ജീവിതം. ക്രിസ്തുവിലുള്ള തിരുമേനിയുടെ വിശ്വാസം അദ്ദേഹത്തെ നയിച്ചത് ദൗത്യത്തിലേക്കാണ്. ആ ദൗത്യമാകട്ടെ കർമ്മദീപ്തമായ ശുശ്രൂഷയിലേക്കും, ഏറെ പ്രത്യേകിച്ച് സമൂഹത്തിലെ ദരിദ്രരിലേക്കും വേദന അനുഭവിക്കുന്നവരിലേക്കും തിരുമേനി ഒരു നിറസാന്നിധ്യമായി കടന്നു വരികയായിരുന്നു. യുവാവായിരുന്നപ്പോൾ തിരുമേനി ജോളാർപേട്ടിൽ കുറച്ചു കാലം പോർട്ടർമാരുടെയും സാധാരണ തൊഴിലാളികളുടെ ഇടയിൽ സേവനമനുഷ്ഠിച്ചിരുന്നു. ഈ അനുഭവം അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനത്തെയും ശുശ്രൂഷ മനോഭാവത്തെയും ആഴത്തിൽ സ്വാധീനിച്ചു. ദരിദ്രരുടെ പോരാട്ടങ്ങളും കൈവേലയുടെ മഹത്വവും അടുത്തറിയാൻ തിരുമേനിക്ക് സാധിച്ചു. സുവിശേഷത്തിൽ നാം ഇപ്രകാരം വായിച്ചെടുക്കുന്നു: മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകാനും അത്രേ. ദൈവ ശുശ്രൂഷ മനുഷ്യ ശുശ്രൂഷയാണെന്ന ആഴമായ പാഠം തിരുമേനിയിൽ നിന്ന് നാം പഠിക്കുന്നു. മനുഷ്യ ശുശ്രൂഷയിൽ സഭയുടെ ധവള വസ്ത്രം, വെള്ളവസ്ത്രം അഴുക്ക് പുരളട്ടെ എന്ന് ഫ്രാൻസിസ് പാപ്പ ഓർമ്മപ്പെടുത്തുന്ന പ്രകാരം ജീവിതം ക്രമീകരിച്ച സഭാ ശുശ്രൂഷകനായിരുന്നു ക്രിസോസ്റ്റം തിരുമേനി. അന്തഃപുരങ്ങളിൽ നിന്നും തെരുവിലേക്ക് ഇറങ്ങുന്ന സഭയാണ് തിരുമേനി സ്വപ്നം കണ്ടത്. ആ സ്വപ്നം വേദന അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിൻ്റെ മോചനത്തിന് വേണ്ടിയായിരുന്നു. കിടപ്പാടമില്ലാത്തവരുടെയും തൊഴിൽ രഹിതരുടെയും വിദ്യയ്ക്കായി കേഴുന്നവരുടെയും ഒക്കെ സതീർത്ഥനായി തിരുമേനി ഈ സമൂഹത്തിൽ ഏറ്റവും ആവശ്യമുള്ളൊരു കാലഘട്ടത്തിൽ കടന്നു വന്നു. സാമൂഹിക നീതിക്കായുള്ള ജീവിതം. കുരിശിൽ നാം കാണുന്നത് ദൈവത്തിൻ്റെ നീതിയും മനുഷ്യവംശത്തോടുള്ള നിസ്സീമമായ കരുണയുമാണ്. ആധുനിക സമൂഹത്തിൽ സഭ നിലനിൽക്കുന്നത് ദൈവനീതിയും കരുണയും സാധ്യമാക്കുവാൻ വേണ്ടിയാണ്. സാമൂഹിക നീതി ഏതൊരു മനുഷ്യനും ഈ പ്രപഞ്ചത്തിൽ ദൈവം കൽപ്പിച്ചു നൽകുന്നതാണ്. മനുഷ്യൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ മൂലം ഈ നീതി പലർക്കും നിഷേധിക്കപ്പെടുന്നു. ഇവിടെയാണ് ക്രിസോസ്റ്റം തിരുമേനിയെ പോലുള്ളവരുടെ സാന്നിധ്യം സമൂഹത്തിന് സാക്ഷ്യമായി തീരുന്നത്. അതാകട്ടെ ദൈവത്തിൻ്റെ കരുണയുടെ സ്പർശം കൂടിയാണ്. തെരുവിലെ ദരിദ്രർക്ക് ക്രിസ്തുവിൻ്റെ നീതിയും കരുണയും നമുക്ക് അനുഭവേദ്യമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അൾത്താരയിലെ ബലിപീഠത്തിൽ ക്രിസ്തുവിനെ ദർശിക്കുവാൻ ബലിയർപ്പകന് സാധ്യമല്ല. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഇപ്രകാരം അഭിപ്രായപ്പെടുന്നു: ദരിദ്രനിൽ ക്രിസ്തുവിനെ കാണുന്നില്ലെങ്കിൽ യാഗപീഠത്തിലും ക്രിസ്തുവിനെ കാണാനാവില്ല. ഈ വീക്ഷണത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന അടയാളമായിരുന്നു ക്രിസോസ്റ്റം തിരുമേനി. സാമൂഹിക നീതിക്കായി ഒരു ക്രിസ്തുവിശ്വാസി കർമ്മനിരതനാകുമ്പോൾ അവൻ പ്രതിനിധാനം ചെയ്യുന്ന കുടുംബവും വിശ്വാസ സാക്ഷ്യത്തിന് ഉത്തമ മാതൃകയായി തീരണം എന്ന് തിരുമേനി നിഷ്കർഷിച്ചിരുന്നു. ഒരു മനുഷ്യൻ സ്വഭവനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന അവനെ ഒരു നല്ല മനുഷ്യനായി മാറ്റുന്നില്ലെങ്കിൽ സ്വർഗം ആ പ്രാർത്ഥന കേട്ടിട്ടില്ല എന്ന് വളരെ സരസമായും ലളിതമായും അദ്ദേഹം പറഞ്ഞു വച്ചു. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ വ്യക്തി ജീവിതവും കുടുംബജീവിതവും സമൂഹ ജീവിതവും വിശ്വാസത്തിൽ സമരസപ്പെടണം എന്നതായിരുന്നു. ആകയാൽ ദൈവത്തിൻ്റെ നീതിയും ദൈവകരുണയും
സഭയിലും സമൂഹത്തിലും ഇന്ന് ഒഴുകേണ്ടത് വിശ്വാസ ജീവിതം നയിക്കുന്ന ക്രിസ്തു ശിഷ്യരിലൂടെയാണ്. മിഖാ പ്രവാചകൻ ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു: മനുഷ്യ, നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? ഇപ്രകാരമുള്ളൊരു ജീവിത സാക്ഷ്യമാണ് തിരുമേനി സമൂഹത്തിന് നൽകിയതും സഭാ അംഗങ്ങളോട് തിരുമേനി അനുവർത്തിക്കാൻ ആവശ്യപ്പെടുന്നതും. നർമ്മബോധമുള്ള പ്രവാചക സാന്നിധ്യം. ക്രിസോസ്റ്റം തിരുമേനി അടുത്തറിയാൻ ശ്രമിച്ചപ്പോൾ ഒരു നർമ്മബോധമുള്ള പ്രവാചക സാന്നിധ്യമായി സമൂഹത്തിലും സഭയിലും അദ്ദേഹം ഇടപെട്ടിരുന്നതായിട്ടാണ് എനിക്ക് നിങ്ങളെപ്പോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ നർമ്മബോധം കുശലതയും കൂർമ്മതയും ഉള്ളതായിരുന്നു. ദൈവവചനം സത്യസന്ധമായി വിശ്വാസ സമൂഹത്തിലേക്ക് പകർന്നേകുവാൻ ഉതകുന്നതായിരുന്നു. അദ്ദേഹത്തിൽ അന്തർലീനമായ നർമ്മബോധവും കുശലതയും. സഭ പഠിപ്പിക്കുന്ന വിശ്വാസ സത്യങ്ങളിൽ അല്പം പോലും വെള്ളം ചേർക്കാതെ അവതരിപ്പിക്കുമ്പോൾ അത് സ്നേഹത്തിൽ പൊതിഞ്ഞായിരിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധ ബുദ്ധിയുണ്ടായിരുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ ആഹ്വാന ശൈലിയാണ് തിരുമേനി അവലംബിച്ചതെന്ന് തോന്നുന്നു. വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുന്നു: സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസ്സായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു. ദൈവിക രഹസ്യങ്ങൾ തിരുമേനി ജനങ്ങൾക്ക് നൽകിയത് നർമ്മം കലർത്തിയായിരുന്നു. വിശ്വാസ സമൂഹത്തെ വേദനിപ്പിക്കാതെ തിരുത്താനും മുറിവേൽപ്പിക്കാതെ വിലക്കുവാനും അദ്ദേഹം കൈമുതലാക്കിയ നർമ്മബോധം ശ്ലാഘനീയമാണ്. അശ്രദ്ധയോടും അലക്ഷ്യമായും ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന വിശ്വാസികളെ അദ്ദേഹം തിരുത്താൻ ശ്രമിച്ചത് ഇപ്രകാരം പരാമർശിച്ചുകൊണ്ടായിരുന്നു: ജനം പള്ളിയിൽ വരുന്നത് ദൈവത്തെ കാണുവാനല്ല, മറ്റുള്ളവരെ കാണുവാനാണ്. എന്നാൽ അൾത്താരയിലിരുന്ന് ദൈവം സദാ ഉറ്റുനോക്കുന്നത് തന്നെ ആരെങ്കിലും കാണാൻ ശ്രമിക്കുന്നുണ്ടോ എന്നാണ്. ഇത് ശ്രവിക്കുന്ന ഒരു വിശ്വാസി പള്ളിയിൽ വരുമ്പോൾ ദൈവത്തെ അല്ലാതെ മറ്റാരെയും നോക്കാൻ മുതിരില്ല. വാളെടുക്കാതെ വെട്ടിനിരത്തുന്ന ശൈലിയാണ് തിരുമേനിക്കുണ്ടായിരുന്നത്. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അവർ അറിയാതെ കടന്നു ചെല്ലുന്ന സ്വാധീനമായിരുന്നു തിരുമേനി യഥാർത്ഥത്തിൽ ഇതിലൂടെ ചെലുത്തിയിരുന്നത്. തിരുമേനിയുടെ സ്വതസിദ്ധമായ നർമ്മബോധം വൈദികരെയും സന്യസ്തരെയും പോലും ഒഴിവാക്കിയിട്ടില്ല. അദ്ദേഹം ഒരിക്കൽ ഇപ്രകാരം അഭിപ്രായപ്പെട്ടു: ജനം ദൈവത്തെ അന്വേഷിച്ച് പള്ളിയിലെത്തുമ്പോൾ വൈദികർ ദൈവത്തെ അവിടെ നിന്നും മാറ്റി സൂക്ഷിക്കുന്നു. തിരുമേനി ഉദ്ദേശിച്ചത് വൈദികർ ജനമധ്യേ ഇറങ്ങുന്നില്ല എന്നാണ്. ഇതുതന്നെയാണ് ഫ്രാൻസിസ് പാപ്പയും പുരോഹിതരെ കുറിച്ച് ഒരിക്കൽ പറഞ്ഞത്: ഇടയന് ആടിൻ്റെ ഗന്ധമുണ്ടാകണം. ചില അവസരങ്ങളിൽ തിരുമേനി ഒളിപ്പിച്ചു വെച്ച നർമ്മബോധം തികച്ചും ഹാസ്യാത്മകമായിരുന്നു. തൻ്റെ അവസാന നാളുകളിൽ തന്നെ ശുശ്രൂഷിച്ചിരുന്ന യുവാവിനോട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: എടാ, എനിക്ക് നിന്നെ ഓർത്തിട്ടല്ല വിഷമം. എടാ, എനിക്ക് എന്നെ ഓർത്തിട്ടല്ല വിഷമം, നിന്നെ ഓർത്തിട്ടാണ്. നിന്റെ കാലശേഷം എന്നെ ആര് നോക്കും? അതോർത്തിട്ടാണ് എൻ്റെ വിഷമം. മനുഷ്യന് ദൈവം നൽകുന്നൊരു ദാനം തന്നെയാണ് സന്ദർഭോചിതമായ നർമ്മം പറയുക എന്നത്. തിരുമേനി തൻ്റെ സുവിശേഷ പ്രഘോഷണ വേളകളിലും പ്രേക്ഷിത മേഖലയിലും തനിക്ക് ദാനമായി കിട്ടിയ നർമ്മബോധം അവസരോചിതമായി പ്രയോഗിച്ചിരുന്നു. എന്തിനേറെ തൻ്റെ ആത്മകഥ പോലും കഥ പറയും കാലം നർമ്മം ചേർത്ത് ഏറെ ആസ്വാദ്യകരമായ രീതിയിൽ തിരുമേനി രൂപപ്പെടുത്തിയിരിക്കുന്നു. സഭാ ഐക്യത്തിനായി നിലനിന്ന ജീവിതം. ക്രിസോസ്റ്റം തിരുമേനി ജീവിതത്തിലുടനീളം പ്രദർശിപ്പിച്ച മറ്റൊരു സവിശേഷത സഭകളുടെ ഐക്യമെന്ന വിഷയത്തോടുള്ള പ്രതിബദ്ധതയായിരുന്നു. സഭാ പാരമ്പര്യങ്ങൾ വ്യത്യസ്തമാണെങ്കിലും സഭകൾ വളരുന്നത് ശിരസ്സായ ക്രിസ്തുവിലേക്കാണ്. വൈവിധ്യങ്ങളിലെ ഏകത്വമാണ് അദ്ദേഹം പഠിപ്പിക്കാനും പ്രാവർത്തികമാക്കുവാനും ശ്രമിച്ച എക്കുമെനിസം. കാരണം സഭയ്ക്ക് ഒരു ശിരസ്സേ ഉള്ളൂ, ബാക്കിയെല്ലാം വ്യത്യസ്തങ്ങളായ അവയവങ്ങളാണ്. ഒരു പുഷ്പം മാത്രം വിടർന്നു നിൽക്കുന്നത് പൂന്തോട്ടമാകുന്നില്ല. ആകൃതിയിലും നിറത്തിലും സുഗന്ധത്തിലും വൈവിധ്യമാർന്ന പുഷ്പങ്ങൾ
വിടർന്നു നിൽക്കുമ്പോഴേ ഒരു പൂന്തോട്ടമാകുന്നുള്ളൂ. ഇതായിരുന്നു തിരുമേനിയുടെ സഭാ ഐക്യ വീക്ഷണം. ഇപ്രകാരമുള്ള ഒരു സഭാ ഐക്യ വീക്ഷണത്തിന് അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചത് യോഹന്നാൻ സുവിശേഷം തന്നെയാണ്. വളരെ വൈകാരികമായ തൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ യേശു ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ആയിരിക്കുന്നതിനും അങ്ങനെ അവിടെ നിന്ന് അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വ്യത്യസ്ത സഭകളെ നോക്കി തിരുമേനി ഒരിക്കൽ ഇപ്രകാരം അഭിപ്രായപ്പെട്ടു: നാം എല്ലാവരും വിവിധ ക്രൈസ്തവ സഭകളിൽപ്പെട്ടവരായിരിക്കാം, പക്ഷേ നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരു ക്രിസ്തുവേ ഉള്ളൂ. എല്ലാ ക്രൈസ്തവരും ഒരേ സഭാമാതാവിൻ്റെ മക്കളാണ്. വിശുദ്ധ സിപ്രിയാൻ ഈ രഹസ്യം വളരെ ഭംഗിയായി പ്രഖ്യാപിക്കുന്നുണ്ട്. സഭയെ മാതാവായി കാണാത്തവർക്ക് ദൈവത്തെ പിതാവായി കാണാൻ കഴിയില്ല. പൂന്തോട്ടത്തിലെ ഓരോ പുഷ്പത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഏറ്റവും ചെറിയ പുഷ്പം പോലും ദൈവിക വസന്തത്തിൻ്റെ ഭാഗമാണ്. അതേസമയം തന്നെ എല്ലാ പുഷ്പങ്ങളും ഒരുമിച്ച് ഒരു വസന്തമാണ്. ഇതായിരുന്നു തിരുമേനിയുടെ സഭാ ഐക്യ വീക്ഷണം. ക്രൈസ്തവ സഭകളുടെ ഐക്യത്തിനപ്പുറം മനുഷ്യ സമൂഹത്തിൻ്റെ മാനവികതയും ഐക്യവും അദ്ദേഹത്തിൻ്റെ ചിന്തയിലുണ്ടായിരുന്നു. ഒരു മതസൗഹാർദ്ദ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രാർത്ഥനാ വേളയിൽ താൻ ഒരു ക്രൈസ്തവ തിരുമേനി എന്ന കാരണത്താൽ ഹൈന്ദവ സഹോദരങ്ങൾ പ്രസാദം നൽകാതിരുന്നപ്പോൾ തിരുമേനി ഇപ്രകാരം അഭിപ്രായപ്പെട്ടു: എന്താ നിങ്ങൾ എനിക്ക് പ്രസാദം നൽകാത്തത്? നിങ്ങളുടെ ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്കും വേണ്ടി. തൻ്റെ സഭാ ചിത്രകൂടിൻ്റെ വാതായനങ്ങൾ വിശ്വമാനവതയിലേക്ക് തുറന്നിട്ട വലിയൊരു മനസ്സിൻ്റെ ഉടമയായിരുന്നു തിരുമേനി എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ലളിതമായ ദൈവശാസ്ത്ര വീക്ഷണം. ക്രിസോസ്റ്റം തിരുമേനി പഠിപ്പിക്കാൻ ശ്രമിച്ച ദൈവശാസ്ത്രം അദ്ദേഹത്തിൻ്റെ ജീവിതം പോലെ തന്നെ തികച്ചും ലളിതമായിരുന്നു. ഏതൊരു സാധാരണക്കാരനും ഗ്രഹിക്കാൻ കഴിയുന്ന രീതിയിലായിരുന്നു തൻ്റെ ദൈവശാസ്ത്ര വീക്ഷണം നൽകുവാൻ തിരുമേനി ശ്രമിച്ചത്. തിരുമേനി കൈമാറാൻ ശ്രമിച്ച ദൈവശാസ്ത്ര അവബോധം തൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണെന്ന് ഏതൊരു ശ്രോതാവിനും മനസ്സിലാകുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്രം ഹൃദയ വ്യവഹാരമായിരുന്നു. തലച്ചോറിൻ്റെ ആ ഭാരം ആ ദൈവശാസ്ത്ര വീക്ഷണത്തെ മതിച്ചിരുന്നില്ല. ദൈവിക രഹസ്യങ്ങൾ ബുദ്ധിമാന്മാർക്കല്ല വെളിപ്പെട്ട് കിട്ടുന്നത് പലപ്പോഴും നിഷ്കളങ്കർക്കും കുഞ്ഞുങ്ങൾക്കുമാണ്. സുവിശേഷത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: സ്വർഗത്തിനെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്ന് മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഒരവസരത്തിൽ തിരുമേനി പ്രകാരം അഭിപ്രായപ്പെട്ടു: ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് വലിയവരാകാനല്ല, പകരം ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരാകാനാണ്. ദൈവശാസ്ത്രവും ദൈവശാസ്ത്ര സംബന്ധമായ തത്വശാസ്ത്രവും അറിവിൻ്റെ തലങ്ങളിൽ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന്. എന്നാൽ തിരുമേനി പ്രാവർത്തികമാക്കാൻ ശ്രമിച്ച ദൈവശാസ്ത്രം അത് മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഹൃദയപൂർവമായ കർമ്മശേഷിയാണ്. മനുഷ്യബന്ധങ്ങളുടെ ഉലച്ചിലിൽ ഇതിവൃത്തമാക്കി ഷേക്സ്പിയർ ദുരന്ത നാടകങ്ങൾ രചിച്ചപ്പോൾ ഒരു നിരൂപകൻ ഇപ്രകാരം അഭിപ്രായപ്പെട്ടു: ഷേക്സ്പിയർ ഡിപ്ഡ് ഹിസ് ക്വിൽ നോട്ട് ഇൻ ഇങ്ക് പോട്ട് ബട്ട് ഇൻ ഹിസ് ബ്ലഡ്. ഷേക്സ്പിയർ ഹൃദയ രക്തത്തിൽ തൂലിക മുക്കിയാണ് തൻ്റെ ദുരന്ത കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയത്. ലോകമെമ്പാടുമുള്ള അനുവാചകരുടെ ഹൃദയത്തെ ഈ കഥാപാത്രങ്ങൾ മാംസളമാക്കി മാറ്റി. മറ്റു വാക്കുകളിൽ മഹാനായ വിശുദ്ധ ഗ്രിഗറി പ്രഘോഷകൻ തൻ്റെ നാവ് ഹൃദയ രക്തത്തിൽ മുക്കി ഉദ്ഘോഷിക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്നു. ക്രിസോസ്റ്റം തിരുമേനി തൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള പ്രഘോഷണങ്ങളിലൂടെ ആയിരം ശ്രോതാക്കളുടെ ഹൃദയങ്ങളെ നിർമ്മലമാക്കി മാറ്റി. ഉപസംഹരിക്കുന്നു: പീലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലീത്തയുടെ ജീവിതവും ദൗത്യവും നാം അനുസ്മരിക്കുമ്പോൾ നമ്മുടെ മാതൃരാജ്യത്ത് ക്രൈസ്തവർ അഭിമുഖീകരിക്കുന്ന അനിശ്ചിതത്വവും അസ്വസ്ഥത ഉളവാക്കുന്ന സാഹചര്യങ്ങളും നാം കാണാതെ പോകരുത്. ക്രൈസ്തവർക്ക് നേരെയുള്ള പീഡനങ്ങൾ, വർദ്ധിച്ചു വരുന്ന മതമൗലികവാദം, ദേവാലയങ്ങളും മിഷണറിമാരും ആക്രമിക്കപ്പെടുന്ന സാഹചര്യം, ഒഡീഷ പോലുള്ള സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് മൃതസംസ്കാര കർമ്മം പോലും നിഷേധിക്കുന്ന സംഭവങ്ങൾ, ക്രൈസ്തവ സാമൂഹ്യ ശുശ്രൂഷ സ്ഥാപനങ്ങളെയും ക്രൈസ്തവരുടെ ശുശ്രൂഷകളെയും
ഇല്ലാതാക്കാൻ വിദേശ സഹായ നിയന്ത്രണ നിയമമായ FCRA ഭേദഗതികൾ പോലുള്ള നടപടികൾ മുതലായവ നമ്മിൽ ആശങ്ക സൃഷ്ടിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ക്രിസോസ്റ്റം തിരുമേനി നമ്മെ ക്ഷണിക്കുന്നത്: 1. സഭയെന്ന ആവൃത്തി വിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങുക. 2. അനീതിക്കെതിരെ നിരന്തരം പൊരുതുന്ന സഭയായി തീരുക. 3. ഭിന്നതകൾക്ക് അതീതമായി ഐക്യത്തിൻ്റെ മഹാബലം സൃഷ്ടിക്കുക. 4. സുവിശേഷം സന്തോഷത്തോടും സ്നേഹത്തോടും പ്രഘോഷിക്കുക. 5. നമ്മുടെ വാക്കുകൾ ഹൃദയത്തിൽ നിന്ന് പുറത്തുവിടുക. ക്രിസോസ്റ്റം തിരുമേനിയുടെ പേരിലുള്ള ഈ അനുസ്മരണം അർത്ഥപൂർണമാകുന്നത് ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം പകർന്നു നൽകിയ ഈ പാഠങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാകുമ്പോഴാണ്. മഹനീയമായ ഈ സന്ദർഭത്തിൽ എനിക്ക് പ്രത്യേകമായി അനുസ്മരിക്കാനുള്ളത് അദ്ദേഹം തിരുവനന്തപുരം അതിരൂപതയോട് കാണിച്ച പിതൃവാത്സല്യമാണ്. പലപ്പോഴും അഭിവന്യ സൂസഭാഗം മെത്രാപ്പൊലീത്തയെ സന്ദർശിച്ച് കുശലം പറഞ്ഞതും ഞങ്ങളെ പ്രതിസന്ധികളിൽ തുണയായി നിന്നതും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം നന്ദിയോടുകൂടി ഓർക്കുന്നു. ഈ മഹനീയമായ ചിന്തകളോടെ നമുക്ക് ഇന്നും വരും നാളുകളിലും നമ്മുടെ വിശ്വാസ ജീവിതം പടുത്തുയർത്താം. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഇത്രയും ക്ഷമയോടുകൂടി എന്നെ കേൾക്കുന്ന ആളുകൾ വേറെയുണ്ടോ എന്നുള്ള സംശയത്തോടു കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.